الله وبركاته. الحمد لله وكفى والصلاة والسلام على النبي المصطفى وعلى آله وأصحابه أهل الوفاء والتابعين ومن بهداهم اقتفى. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹലകൽ മുതനദ്ദിഊൻ ഖാലഹാ സലസ. 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഹലകൽ മുതനദ്ദിഊൻ, ഹലകൽ മുതനദ്ദിഊൻ. ഹലക എന്ന് പറഞ്ഞാൽ നശിക്കട്ടെ എന്നാണ്. മുതനദ്ദിഊൻ എന്ന് പറഞ്ഞാൽ المتعمقون المتشددون في غير موضع التشديد. അതായത് തീവ്രത ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ വെറുതെ തീവ്രത കാണിക്കുന്ന ആളുകൾ. ദീനിന്റെ പല വിഷയങ്ങളിലും കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ആദർശ വിഷയങ്ങളിൽ, തൗഹീദിന്റെ വിഷയങ്ങളിൽ, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഹലാലിലും അതുപോലെ ഹറാമിലും, അങ്ങനെയുള്ള വിഷയങ്ങളിലെല്ലാം കർശനമായി നിർബന്ധ ബുദ്ധിയാ തന്നെ നിലപാട് സ്വീകരിക്കേണ്ട സന്ദർഭങ്ങൾ ദീനിലുണ്ട്. എങ്കിലും ചില വിഷയങ്ങളിൽ അത്ര തന്നെ തീവ്രത ആവശ്യമില്ലാത്ത അവസരങ്ങളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. നബിയുടെ അടുക്കൽ ഒരു 2 വിഷയങ്ങൾ കൊണ്ടുവന്നാൽ ആ വിഷയങ്ങളിൽ ഏറ്റവും എളുപ്പമുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുക്കുക. അത് അള്ളാഹുവിന്റെ ദീനിനെതിരല്ല എങ്കിൽ, അതായത് എളുപ്പമുണ്ടാക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരമാവധി പരിശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ശിക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന ആളുകൾ പരമാവധി അവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കാറുണ്ട്. അതല്ല, ആ ശിക്ഷ നൽകൽ അത് ആളുകളുടെ ഹക്കുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അക്കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാറുമില്ല. ഇങ്ങനെയുള്ള ചില രംഗങ്ങൾ ഇസ്ലാമിലുണ്ട്. അപ്പോൾ തീവ്രത അല്ലെങ്കിൽ ശിദ്ദത്ത്, കടുപ്പിടുത്തം അത് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ കാണിക്കുന്ന ആളുകൾ അവർ നശിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്കിലൂടെ, ഈ ഹദീസിലൂടെ നമ്മളെ അറിയിക്കുന്നത്. പ്രത്യേകിച്ചും അമിതവ്യയം അല്ലെങ്കിൽ അമിതമായുള്ള പെരുമാറ്റത്തിന്റെ ബാബിൽ വരുന്ന ഹദീസാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള നിലക്ക് തന്നെ ഇവിടെ അൽ മുതകല്ലിഫ് ബിൽ ഇബാദ ബിമാ യശുഖു ഫിഅലുഹു വലാ യൽസിമു, പ്രധാനമായിട്ടും ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അൽ മുതകല്ലിഫ്, സ്വന്തത്തെ തന്നെ വല്ലാതെ തകല്ലുഫ് ചെയ്യണം, പ്രയാസപ്പെടുത്തുക, ഫിൽ ഇബാദ, ഇബാദത്തിന്റെ വിഷയങ്ങളിൽ, ബിമാ യശുഖു ഫിഅലുഹു, അയാൾക്കത് ചെയ്യൽ പ്രയാസമായിട്ട് കൂടിയും സ്വന്തത്തെ തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഇബാദത്ത്, അങ്ങനെ ഒരു രീതി ഇസ്ലാമിലില്ല. അങ്ങനെയുള്ള ആളുകൾ നശിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ പ്രത്യേകം ഇതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൂടി നമ്മൾ മറക്കാതിരിക്കുക. ഒരിക്കലും ഇബാദത്ത് കൂടുതലായി ചെയ്യുന്നതിനെ തടയുന്നതല്ല ഇത്തരം വചനങ്ങളൊന്നും. അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന, നമ്മളുടെ എല്ലാവർക്കും നമുക്കറിയാമല്ലോ നമ്മളുടെ ഒരു പരിധി എന്താണ്. അതിനപ്പുറത്തേക്ക് വിട്ടുകൊണ്ടു പോകുന്ന, നമ്മളുടെ മേൽ, സ്വന്തത്തിന് മേൽ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഇതിവിടെ സൂചിപ്പിക്കുന്നത് മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അറിഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. സുബ്ഹാനല്ലാഹി വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.